കോവിഡിന് ശേഷം IT കമ്പനികളിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് പ്രൊജക്റ്റ് എന്തെങ്കിലും കാരണം കൊണ്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളൊരു ബൾക്കായിട്ടുള്ള ആൾക്കാർ ബെഞ്ചിലോട്ട് റിലീസാവും. സോ വിതിൻ 1 month നമുക്കൊരു പ്രൊജക്റ്റ് അസൈൻ ആയില്ല എന്നുണ്ടെങ്കിൽ അവർ വൺ ഓർ ദി അതർ റീസൺ പറഞ്ഞിട്ട് നമ്മളെ ലേ ഓഫ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. അപ്പോൾ അങ്ങനെ എനിക്ക് ഫസ്റ്റ് ടൈം അതിൻ്റെ ആ ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് ഒരു സെക്കൻഡറി ഇൻകം അതിൻ്റെ ഇമ്പോർട്ടൻസും അതിനെക്കുറിച്ച് അറിയണത് തന്നെ. അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു സ്കില്ലില്ലേ എന്ന് വരെ ഞാൻ ആലോചിക്കാൻ തുടങ്ങി. ഒരു സ്കില്ലും ഇല്ല എന്നുള്ളതല്ല, നമ്മൾ എന്തുകൊണ്ടത് ഡെവലപ്പ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇതിനു മുമ്പേ ഞാനത് ആലോചിക്കേണ്ടതായിരുന്നു എന്നുള്ളത് വന്നത്. സോ ഫസ്റ്റ് ടൈം ഇങ്ങനൊരു പ്രശ്നം വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനൊരു സെക്കൻഡറി ഇൻകത്തിനെ കുറിച്ച് പലരും പറഞ്ഞ് ഞാൻ കേട്ടറിഞ്ഞു. രണ്ടാമത് വന്നപ്പോഴത്തേനും കളി മാറി, കാര്യം മനസ്സിലായി. ഇതിങ്ങനെയാണ്, ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഇങ്ങനെയാണ് എന്നുള്ളൊരു തോട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഞാൻ പതിയെ സെക്കൻഡറി എന്ത് ചെയ്യാം. ഇപ്പം എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ്, എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ചെയ്തു തുടങ്ങാം. ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിലും ആയിട്ട് ചെയ്തു വെക്കണം. അതുവരെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FD മാത്രം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇനി അത് ചെയ്യണം. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കണേ, സ്വന്തമായിട്ടുള്ള സ്കില്ലല്ല അത്, ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഓക്കെ, അത് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്താണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ എന്നാൽ ഊബർ ഓടിക്കാൻ പോവാം, അല്ലെങ്കിൽ ഡെലിവറിക്ക് പോവാം, ഡ്രൈവിംഗ് അറിയില്ല. സോ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എൻ്റെ ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഒട്ടും ഞാൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നുള്ളൊരു റിയലൈസേഷൻ വരുന്നത് അപ്പോഴാണ്. ലൈസൻസ് എടുത്തു വെച്ചു, പിന്നീട് ഞാൻ വണ്ടി ഓടിക്കുന്നില്ല, അങ്ങനത്തെ ഒരു റിയലൈസേഷൻ കൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് പതിയെ ഇതിനെക്കുറിച്ച് ആലോചിച്ചതും. ഈ പ്രൊജക്റ്റിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു എൻവയോൺമെൻറ്റ് അത്രയ്ക്ക് ഫ്രണ്ട്ലി അല്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഓക്കെ, ഇറ്റ്സ് ടൈം ടു ഗിവ് മീ സം ടൈം എന്നുള്ളൊരു ഡെസിഷനിലേക്ക് വന്നത്.